ഹലോ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തി മാവ് യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ബോൺലെസ് പീസ് ചിക്കൻ 200 ഗ്രാമോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഒന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 7-8 മിനിറ്റ് മതിയാവും. അപ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വെച്ച് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റഫിങ്ങിനായിട്ടുള്ള മസാല റെഡിയാക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 സവാള, മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി, അധികം മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ നോക്കിയിടാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നോർമൽ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല പോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല വലുതായിട്ട് പരത്തിയ ശേഷം ചെറിയൊരു പാത്രം വെച്ച് ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലുള്ള ആ ഒരു റൗണ്ട് മതിയാവും. അപ്പോൾ അത് മുറിച്ചെടുക്കാം.
18 മുതൽ 22 സ്നാക്കോളം നമുക്ക് ഈ ഒരു സ്റ്റഫിങ് വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ ക്രസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കൈവച്ച് ഇതേപോലെ മടക്കിയ ശേഷം ഒന്ന് വിരൽ വെച്ചിട്ട് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് ഡബിൾ സീൽ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ എണ്ണയിലിടുമ്പോൾ ആ സ്റ്റഫിംഗ് ഒന്നും പുറത്തേക്ക് പോവില്ല. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എണ്ണ പാകത്തിന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഓരോന്നും ഇട്ട് വറുത്തെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി മാവാണ് ക്രസ്റ്റ്, അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വറുത്തെടുക്കാം. അപ്പോൾ ഓരോ സൈഡും വേവുന്നതിനനുസരിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ ഇറച്ചിയട റെഡിയാക്കി എടുക്കാവുന്നതാണ്. രണ്ട് സൈഡും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇവിടെ രണ്ട് സൈഡും നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബാച്ചും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഇഫ്താറിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്